കൈകെട്ടിക്കഴിഞ്ഞാൽ ദുനിയാവിലെ സകല ചിന്തകളും കയറി വരും. കച്ചവടക്കാർക്ക് കച്ചവടത്തിന്റെ മുഴുവൻ കണക്കുകളും ഓർമ്മ വരുന്നത് അപ്പോഴാണ്. കല്യാണത്തിന് ആരെയൊക്കെ വിളിച്ചില്ല എന്ന് പുതിയ പെണ്ണിന്റെ വാപ്പാക്ക് ഓർമ്മ വരുന്നതൊക്കെ നിസ്കരിക്കുന്ന സമയത്താണ്. എന്തെല്ലാം ഏതെല്ലാം കാര്യങ്ങളെപ്പറ്റി ഓർമ്മ വരുമോ അതെല്ലാം ഈ നിസ്കാരത്തിന് കൈകെട്ടുമ്പോഴാണ് ഓർമ്മ വരുന്നത്, അല്ലാത്തപ്പോ ഓർമ്മ വരില്ല. ആ സമയത്ത് നമ്മൾക്ക് എങ്ങനെയാണ് ഇത്രയും ലഹരിയോടുകൂടി നിസ്കരിക്കാൻ പറ്റുക? ഹാത്തമുൽ അസ്സമിനോട് ചോദിച്ചു എങ്ങനെയാണ്. അദ്ദേഹം ഒരൊറ്റ മറുപടി കൊടുത്തു, നിങ്ങൾ ഇശാ മുതൽ അങ്ങനെ നിസ്കരിച്ചു നോക്കി, ഇശാ മുതൽ അങ്ങനെ നിസ്കരിച്ചു നോക്ക്. ഹാത്തമുൽ അസ്സം പറഞ്ഞു, നന്നായിട്ട് ഒളുവെടുത്ത്, ഞാൻ നല്ല വൃത്തിയായി ഒളുവെടുത്ത് നേരെ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അജ്അലുൽ കഅബത ബൈന ഹാജിബി, എന്റെ തൊട്ട് മുന്നിൽ ഇമാമല്ല, എന്റെ തൊട്ട് മുന്നിൽ പള്ളിയുടെ വകയാർ പള്ളിയുടെ ചുമരല്ല, എന്റെ തൊട്ട് മുമ്പിലുള്ളത് പരിശുദ്ധമായ കരിമ്പടം പുതച്ച കറുത്ത സുന്ദരിയായ കഅബത്തു ശരീഫയാണ് എന്ന് ഞാൻ സങ്കല്പിക്കും. തൊട്ട് മുന്നിൽ കഅബ. എന്നിട്ടോ മഹാനായ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയാണ്, വ മലക്കുൽ മൗതി വറായി, എന്റെ തൊട്ടു പുറകിൽ നിൽക്കുന്ന മുഅദ്ദിനല്ല, എന്റെ തൊട്ടു പുറകിൽ നിൽക്കുന്നത് രണ്ടാമത്തെ സഫിലെ ആളല്ല, എന്റെ തൊട്ടു പുറകിൽ നിൽക്കുന്നത് അസ്രായീലാണ്. അസ്രായീൽ വന്ന് എന്റെ തൊട്ടു പുറകിൽ നിൽക്കാൻ, ഞാൻ സലാം വീട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ എന്റെ റൂഹ് അങ്ങ് പിടിക്കുകയാണ്. തീർന്നില്ല. വൽ ജന്നത്തു അൻ യമീനി, എന്റെ വലതുഭാഗത്തുള്ളത് സ്വർഗമാണ്. വന്നാറു അൻ ശിമാലി, എന്റെ ഇടതുഭാഗത്ത് നരകമാണ്. വ അന ഫിസ് സിറാത്ത്, ഞാൻ നല്ല മുസല്ലയിലല്ല നിസ്കരിക്കുന്നത്, ഞാൻ നിസ്കരിക്കുന്നത് സിറാത്ത് പാലത്തിലാണ്. ഇതെന്റെ അവസാന നിസ്കാരമാണ്. അങ്ങനെ ചിന്തിച്ച് ഞാൻ കൈകെട്ടുമ്പോ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടാറുണ്ട്, എന്റെ നമസ്കാരത്തിൽ ഏകാഗ്രത കിട്ടാറുണ്ട്. വേറെ ഒന്നിനെ പറ്റി ഒരു ചിന്ത എനിക്ക് ഉണ്ടാവൂല. ഇങ്ങനെ നിസ്കരിച്ചു നോക്കി, നന്നായിട്ട് ഒളുവെടുക്കുക, മുസല്ല കിബിലക്ക് നേരെ വിരിക്കുക. എന്നിട്ട് നിയത്ത് വെക്കുമ്പോ ചിന്തിക്കണം, പടച്ചോനെ എന്റെ മുന്നിൽ കഅബ, പിന്നില് അസ്രായീല്, വലത്ത് സ്വർഗം, ഇടത്ത് നരകം, നിൽക്കുന്നത് സിറാത്തു പാലത്തില്. ഇത് തന്റെ ഒടുക്കത്തെ നിസ്കാരം. ഇനി ഒരു നിസ്കാരം ഇല്ല. ഈ ഇഷാക്ക് നമ്മൾ കൈകെട്ടുമ്പോൾ വീട്ടിൽ പോയിട്ട് ഇഷാ നിസ്കരിക്കുമല്ലോ, അപ്പോഴേ ഇഷാ നിസ്കാരത്തിന് കൈകെട്ടുമ്പോൾ ചിന്തിക്കണം, പടച്ചോനെ ഈ നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ മരിക്കുകയാണ്, ഇനി എനിക്ക് ഇവിടെ ഒരു നിസ്കാരം ഇല്ല. നാളെ സുബഹി, ആ സുബഹിയുടെ സമയത്ത് എൻ്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയി അടക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇഷായോടുകൂടി എൻ്റെ ജീവിതം അവസാനിക്കാൻ, ഇനി എനിക്കൊരു നിസ്കാരമില്ല എന്ന് ചിന്തിച്ചിട്ട് കൈകെട്ടി നോക്ക്. പിന്നെയുള്ള സംസാരം മുഴുവനും അള്ളാഹുവുമായിട്ടുള്ള സംഭാഷണം വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും. ആ അനുഭൂതിയാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഈ ഭൂമി ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത്, ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് ഖുർറത്തു ഐനിൻ ഫീ സ്വലാ, ഖുർറത്തു ഐനിൻ ഫീ സ്വലാ, നമസ്കാരത്തിലെ എൻ്റെ കണ്ണിന് കുളിർമയാണ്. കൈകെട്ടിക്കഴിഞ്ഞാൽ ഞാൻ കൈകെട്ടി നിൽക്കുന്നത് എൻ്റെ റബ്ബിന്റെ മുമ്പിലല്ലേ, എന്റെ പടച്ചവന്റെ മുമ്പിലല്ലേ. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയാ. ആ ഒരു ലഹരി നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ, അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ പോലും നമസ്കാരം പിന്നെ നമുക്ക് ഭാരമാവൂല. ഓരോ വക്കത്തിനു വേണ്ടി കാത്തിരിക്കും നമ്മൾ. 10 മണിക്ക് കാമുകി വിളിച്ചു, കാമുകി പറഞ്ഞു ഇനി വൈകുന്നേരം 4 മണിക്ക് വിളിക്കാം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കാമുകിന്ന് കാമുകന്മാർ പറഞ്ഞാൽ കോളേജ് പിള്ളേർക്ക് മാത്രമൊന്നുമല്ല, 65 വയസ്സുള്ള ആളുകൾക്കും കാമുകിമാരുണ്ട്. ഇപ്പോ 55 വയസ്സുകാരനും കാമുകിയുണ്ട്. ഇപ്പോ ആ ലോകമാണ്.
സോഷ്യൽ മീഡിയ സജീവമായ കാലം, വാട്സപ്പ് അധികരിച്ചത് മാത്രമല്ല, പ്രേമിക്കാനും ലൈനടിക്കാനും ആരെ കിട്ടിയില്ലെങ്കിലും കിട്ടാനുള്ള അവസരങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. 80 വയസ്സുകാരനും സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴുള്ള കൂട്ടുകാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അപ്പൊ അന്ന് നോട്ടായിട്ട് വെച്ചതിനെ ഇപ്പോഴും കമ്പനി അടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇതൊന്നും ഇപ്പൊ ലോകത്ത് നടക്കുന്നതാ, ഇതൊന്നും പുതിയൊരു കാര്യമല്ല. 4 മണിക്ക് വിളിക്കുമെന്ന് പറഞ്ഞാൽ 4 മണി വരെ നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു സമയത്തിന്റെ ഒരു സുഖമുണ്ടല്ലോ, ആ 4 മണിക്കുള്ള പ്രതീക്ഷ. അതെന്തേ ലോഹറിന് 12:30 ബാങ്ക് കൊടുത്തിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് 3:50 അല്ലെങ്കിൽ ഹനഫി മുസല്ല ആണെങ്കിൽ അങ്ങനെ നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുമല്ലോ എന്നും പറഞ്ഞ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്. റബ്ബിന്റെ അടുത്ത് സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരം നഷ്ടപ്പെടുത്താൻ പാടില്ല. മൂസാ നബി പഠിപ്പിച്ച പാഠം രണ്ടാമത്തത്, സ്നേഹത്തിന്റെ 2ാം സ്റ്റെപ്പ്. കിട്ടിയാൽ സംസാരിക്കണം, സംസാരപ്രിയരാകണം, വിടാൻ പാടില്ല. ഇനി മൂന്നാമത്തേത്, ഒരാള് സ്നേഹത്തോടെ തന്റെ പ്രേമഭാജനത്തിന് വേണ്ടി സർവ്വതും ഉപേക്ഷിച്ചു, എല്ലാം ത്യജിച്ചു. 1ാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞതാണ്. കിട്ടുന്ന അവസരങ്ങളെല്ലാം സംസാരിച്ചു നമ്മൾ മുതലാക്കി. 2ാമത് പറഞ്ഞു. ഇനി 3ാമത്തെ കാര്യമേതെന്നറിയോ? സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആവശ്യപ്പെടുന്ന കാര്യമേതാ? 3ാമത് ഒരു പ്രേമഭാജനം തൻ സ്നേഹിക്കുന്ന ആളിനോട് പറയും, എനിക്ക് നിന്നെ ഒന്ന് കാണണം, എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഇതുവരെയും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി കാണാനുള്ള പൂതി, എനിക്ക് നിന്നെ കാണണം. അതാണ് 3ാമത്തെ സ്റ്റെപ്പ്. 1 പ്രേമഭാജനത്തിന് വേണ്ടി എന്ത് ഒഴിവാക്കാം. 2 കിട്ടിയ അവസരങ്ങളിലൊക്കെ സംസാരിക്കാം. 3 അവരെ ഒന്ന് കാണാനുള്ള മോഹം. നോക്കൂ, മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു. എന്താണെന്നറിയോ? എന്താ ആവശ്യപ്പെട്ടത്? പടച്ചോനെ, നീ എന്നോട് ഒറ്റൊരു സംസാരിച്ചു, ഞാൻ നീയുമായിട്ട് ഒരുപാട് ആശയവിനിമയം നടത്തി, നിനക്കിഷ്ടമില്ലാത്തതെല്ലാം ഞാൻ ഒഴിവാക്കി, ഇതൊക്കെ ഞാൻ ചെയ്തു, എനിക്ക് നിന്നെ ഒന്ന് കാണണം പടച്ചവനെ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ആ സമയത്ത് അള്ളാഹു പറഞ്ഞത് എന്താണെന്നറിയോ? അള്ളാഹു പറയുകയാണ്, വലമ്മാ ജാഅ മൂസാ ലിമിഖാതിനാ വകല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനി അൻളുർ ഇലൈക്. പടച്ചോനെ, എനിക്കൊന്ന് കാണണം, കാണിച്ചു തരുവോ? എനിക്ക് നിന്നെ ഒന്ന് കാണിച്ചു തരുമോ തമ്പുരാനെ? എന്തൊരു ചോദ്യമാ ചോദിക്കുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കാണുക എന്ന് പറയുന്നത് സാധ്യമാണോ? ഒരിക്കലുമില്ല. മൂസാ നബിക്കൊരു വാശി, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ആ വാശി മൂസാ നബി അള്ളാഹുവിനോട് പറയുമ്പോ അള്ളാഹ് പറഞ്ഞു, മൂസാ, നിനക്കെന്നെ കാണാൻ പറ്റൂല, നിനക്കെന്നെ കാണുക സാധ്യമല്ല, കാണാൻ പറ്റൂല മൂസാ നബിയെ. ആ സമയത്ത് അള്ളാഹു മൂസാ നബിയുടെ ആഗ്രഹത്തിന്, മൂസാ നബിയുടെ കൊതി, മൂസാ നബിയുടെ പൂതി, മൂസാ നബിയുടെ മോഹം, മൂസാ നബിയുടെ ആഗ്രഹത്തിന് അള്ളാഹു തടസ്സം നിന്നില്ല. അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നബിയേ, ഉൻളുർ ഇലൽ ജബലി, പർവതത്തിലേക്ക് നോക്കിക്കോ, ഫൈനിസ്തഖറ മകാനഹു, ആ സ്ഥലം അങ്ങനെ തന്നെ ഉണ്ടാകുമെങ്കിൽ, ആ പ്ലേസ് അങ്ങനെ തന്നെ ഉണ്ടാകുമെങ്കിൽ, ആ പർവതം അവിടെ തന്നെ ഉണ്ടാകുമെങ്കിൽ, ഫസൗഫ തറാനി, നിങ്ങൾക്ക് എന്നെ കാണാം, നിങ്ങൾക്ക് എന്നെ കാണാം. നിങ്ങൾക്ക് നിർബന്ധമല്ലേ, പിടിവാശിയല്ലേ? പടച്ചോനെ, എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഒന്ന് കാണിത്താ, ഒന്ന് കാട്ടിത്താ, എനിക്ക് കാണിച്ചു താ. ആ സമയത്ത് അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞു, നിനക്ക് കാണാൻ പറ്റൂല. അല്ല പടച്ചോനെ, എനിക്ക് കാണണം, കണ്ടേ മതിയാവുള്ളൂ. ആ സമയത്ത് അള്ളാഹു പറഞ്ഞു, ശരി, കാര്യം ചെയ്യ്, ആ പർവ്വതത്തിലേക്ക് നോക്കിക്കോ, ഞാൻ അവിടെ വരാം, ഞാൻ അവിടെ വരാം, നീ കണ്ടോ. ഖുർആനാണ് സൂറത്തു ആലി ഇമ്രാൻ, സൂറത്തു ആലി ഇമ്രാനിൽ, സൂറത്തുൽ അറാഫിൽ അള്ളാഹു പറയുന്നതാണ്, നീ അവിടെ വായോ, നിനക്ക് എന്നെ അവിടെ കാണാം, പർവ്വതത്തിന്റെ മുകളിലേക്ക് നോക്കോളാൻ പറഞ്ഞു. എന്നിട്ട് അള്ളാഹ് ഒന്നുകൂടി പറഞ്ഞു, ആ പർവ്വതം അങ്ങനെ തന്നെ നിൽക്കുമെങ്കിൽ നിനക്ക് എന്നെ കാണാം, പർവ്വതം അങ്ങനെ തന്നെ നിൽക്കുമെങ്കിൽ നിനക്ക് എന്നെ കാണാം. മൂസാ നബി തന്റെ പ്രേമഭാജനത്തിനെ കാണാനുള്ള വ്യഗ്രതയോടെ
അത്യാർത്തിയോടെ ആഗ്രഹത്തോടെ ആ പർവ്വതത്തിലേക്ക് നോക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുകയാണ് ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്കാ വഖറ മൂസാ സുഇഖാ. ആ പർവ്വതത്തിന്റെ മുകളിൽ മൂസാ നബിയുടെ കണ്ണ് രണ്ടും വരുമ്പോ മൂസാ നബി ആഗ്രഹത്തോടെ അഭിലാഷത്തോടെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ജിജ്ഞാസയോടെ ആർത്തിയോടെ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തേക്ക് നോക്കുകയാ. താൻ പ്രേമിക്കുന്ന പ്രേമഭാജനത്തിന് ഒന്ന് കാണാൻ മൂസാ നബി നോക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ പ്രോജ്വലത അവിടെ പ്രകടമാവുകയാ. ഏത് പ്രകാശമാണ് പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ മേൽ പ്രകാശമെന്ന് പരിചയപ്പെടുത്തിയ അവന്റെ പ്രകാശത്തിന്റെ കോടാനകോടി രശ്മികളിൽ ഒരു രശ്മി ആ തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിൽ പ്രകടമായപ്പോ അല്ലാഹ് പറയുന്നു ജഅലഹു ദക്കാ വഖറ മൂസാ സുഇഖാ. മൂസാ നബി അലൈഹിസ്സലാം ബോധം കെട്ടങ്ങ് വീഴുകയാണ്. മൂസാ നബി നിന്ന പർവ്വതം പപ്പടം പൊടിയും പോലെ പൊടിഞ്ഞങ്ങ് വീണു. ഏറ്റവും വലിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പർവ്വതമാകുന്ന തൂർ സീനാ, ആ തൂർ സീനാ പർവ്വതം പപ്പടം പോലെ പൊടിഞ്ഞങ്ങ് വീഴുകയാ. ഏറ്റവും ശക്തനായ പ്രവാചകൻ, 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരിൽ ഇപ്പറ ശാരീരിക ശേഷിയുള്ള ആരോഗ്യമുള്ള ഈ പ്രവാചകൻ മൂസയല്ലാതെ വേറൊരു പ്രവാചകനില്ല. ആ മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതനായി നിലമ്പുത്തുകയാണ്. ഫലമ്മാ അഫാഖ ഖാല സുബ്ഹാനക തുബ്തു ഇലൈക വഅന അവ്വലുൽ മുഅ്മിനീൻ. ആ മൂസാ നബി ബോധം തിരിച്ചു കിട്ടിയപ്പോൾ എഴുന്നേറ്റ് നിന്ന് പറയുന്നു, പടച്ചോനെ എന്നോട് മാപ്പാക്കണേ അല്ലാ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്, ഞാനിതാ ആദ്യ വിശ്വാസികളിൽ ഉൾപ്പെടുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് തന്റെ പ്രേമഭാജനത്തിനെ കാണണമെന്ന മോഹം, ആ മോഹം അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടു. പടച്ച തമ്പുരാൻ പറഞ്ഞു, ആ പർവ്വതത്തിന്റെ മുകളിൽ നോക്കി. ആദ്യം പറഞ്ഞ് കാണാൻ പറ്റില്ല, ഇനി നിർബന്ധമാണെങ്കിൽ ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് നോക്കിക്കോ, കാണാൻ പറ്റുമെങ്കിൽ കണ്ടോ. അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ കോടാനകോടി രശ്മികളിൽ ഒരു രശ്മി പർവ്വതത്തിന്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മൂസാ നബി ബോധം കെട്ട് വീണ് പർവ്വതം പൊടിഞ്ഞു തീരുകയും ചെയ്തു. ആലോചിച്ച് നോക്കിയേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ സ്റ്റെപ്പ് അള്ളാനെ ഒന്ന് കാണലാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിൽ വെച്ച് ആരെങ്കിലും പടച്ചോനെ കണ്ടു എന്ന് പറഞ്ഞാൽ അവനെ ഊളംപാറക്കി കൊണ്ടുപോകണം. നബിതങ്ങളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് വെറുതെ വിടുവായിത്തം പറയുന്നവരുണ്ട്. ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട്. ഈ നമ്മുടെയൊക്കെ മെസ്സഞ്ചറിൽ വരുന്ന മെസ്സേജുകൾ, വാട്സപ്പ് നമ്പറില്ലാത്തതുകൊണ്ട് വാട്സപ്പിൽ വരില്ല, ഫേസ്ബുക്കിൽ ഇങ്ങനെ മെസ്സഞ്ചറിൽ മെസ്സേജ് വരും. ഞാൻ റസൂലുള്ളാഹിനെ കണ്ടു, റസൂലുള്ളാഹിനെ കണ്ടു, റസൂലുള്ളാഹിനെ കണ്ടു. റസൂലുള്ളാഹിനെ കണ്ടു എന്ന് പറയണമെങ്കിൽ റസൂലുള്ളാഹി ആരാന്ന് മനസ്സിലാക്കണ്ടേ? റസൂലുള്ളാഹിന്റെ ശരീരത്തിന്റെ ഘടനയും രൂപലാവണ്യവും സൗന്ദര്യ സൗകുമാര്യതയും ഒരു മനുഷ്യന് പഠിച്ചാലല്ലേ ഈ കണ്ടയാളെ റസൂലുള്ളാഹിനെന്ന് പറയാൻ പറ്റുള്ളൂ. ചിലരെ കണ്ടിട്ടുണ്ടാകാം, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അള്ളാഹുവിനെ ദുനിയാവിൽ വെച്ച് ആർക്കും കാണുക സാധ്യമല്ല. എവിടെ വെച്ചാ കാണാൻ പറ്റുക? പരലോകത്ത് വെച്ചാണ്. പരലോകത്ത് വെച്ചാണ് അള്ളാഹുവിനെ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയുക. നമ്മുടെ വിഷയത്തിന്റെ ഒരു ഭാഗം അതാണ്, ഖുർആനും പരലോകവും. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് പരലോകത്ത് വെച്ചാണ്. ശ്രദ്ധിച്ച് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? സ്നേഹിക്കപ്പെടുന്ന അള്ളാഹു, സ്നേഹിക്കുന്ന നമ്മൾ. മൂസാ നബിയുടെ ചരിത്രത്തിന്റെ പാഠം ഒന്ന്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്ക്. 2, അവനോട് സംസാരിക്കാൻ പറ്റുന്ന അവസരങ്ങൾ മുതലാക്ക്, നിസ്കാരം. 3, അവനെ കാണാൻ വേണ്ടി മൂസാ നബി ധൃതി കൂട്ടിയതുപോലെ അള്ളാഹനെ കാണാൻ വേണ്ടിയിട്ട് വാശി വെക്ക്. എപ്പോഴാ? നാളെ പരലോകത്ത്. ഇവിടെ കാണാൻ പറ്റില്ല, നാളെ പരലോകത്ത്. ആ പരലോകത്ത് കാണണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നറിയോ? ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സർവ്വതും അള്ളാഹ് കൊടുക്കുക.
ഈ ഇരുത്തമാർക്ക് വേണ്ടി വന്നില്ലെങ്കിൽ കമ്മറ്റിക്കാരെന്തു പറയും, വന്നില്ലെങ്കിൽ മുസ്ലിയാരെന്തു പറയും, വന്നില്ലെങ്കിൽ എൻ്റെ കെട്ടിയോളെന്തു പറയും, പ്രസംഗം കേൾക്കാൻ പോത്തവനാണെന്ന് പറഞ്ഞിട്ട് അധിക്ഷേപിക്കും. അതൊന്നും ആവരുത്, അതൊന്നും ആവരുത്. നമ്മൾ എന്തു ചെയ്താലും അള്ളാഹ്ക്ക് വേണ്ടിയാകണം, ആരുടെയും പ്രീതിക്ക് വേണ്ടിയാകരുത്. എന്ത് ഭർത്താവിന് ചോറ് വിളമ്പി കൊടുത്തു, ഇയാൾ എന്നെ നോക്കുമെന്നോ, ഇയാൾക്ക് പിന്നെ എന്തെങ്കിലും എനിക്ക് പ്രധാനപ്പെട്ട സമ്മാനങ്ങൾ വാങ്ങിത്തരുമെന്നോ ഒന്നും ആകരുത് ചിന്ത. എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ ചെയ്യുന്നു. റബ്ബ് പറഞ്ഞു നിന്റെ ഭർത്താവിനെ നീ അനുസരിക്കണം, ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യണം, ഞാൻ അതുകൊണ്ട് ചെയ്യാൻ. എന്റെ റസൂല് പഠിപ്പിച്ചു. എല്ലാം പടച്ചോനാക്കി കഴിഞ്ഞാൽ നാളെ റബ്ബിനെ കാണാം. വെള്ളിയാഴ്ച നമ്മൾ ഓതുന്നൊരു സൂറയുണ്ടല്ലോ, അല്ലാഹു പറയുന്നുണ്ട് ഫമൻകാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രികു ബിഇബാദതി റബ്ബിഹി അഹദാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്നത് എല്ലാ വെള്ളിയാഴ്ചയിലും നമ്മൾ ഓതുന്ന സൂറയാണല്ലോ. ആരാണ് പടച്ചവനെ കാണാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലാഹനെ കണ്ടുമുട്ടാൻ കൊതിക്കുന്നതാരാ? ഫമൻകാന യർജു ലിഖാ റബ്ബിഹി, അല്ലാഹനെ കണ്ടുമുട്ടാനുള്ള പ്രതീക്ഷയും ആഗ്രഹവും ആർക്കുണ്ടോ, എന്നാൽ ഫൽയഅമൽ അമലൻ സാലിഹാ, അവർ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ, അവർ സുഹൃതങ്ങൾ ചെയ്തു കൊള്ളട്ടെ. വലാ യുശ്രിക ബിഇബാദത്തി റബ്ബിഹി അഹദാ, അല്ലാഹുവിനോടൊരു വസ്തുവിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവന് മുശ്രിക്കാകാതിരിക്കട്ടെ. ഉറങ്ങരുത്, ശ്രദ്ധിച്ചു കേട്ടോ. സൽക്കർമ്മം ചെയ്യണം, ശിർക്ക് ചെയ്യരുത്. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അല്ലാഹയെ കാണാൻ പറ്റും. സൽക്കർമ്മം ചെയ്യണം, ശിർക്ക് ചെയ്യരുത്. ഇത് ഏത് ശിർക്കാ? ഏത് ശിർക്കാണ്? ഫമൻകാന യർജു ലിഖാ റബ്ബിഹി, അല്ലാഹനെ കാണണമെന്ന് പ്രതീക്ഷിക്കുന്നവർ ഫൽയഅമൽ അമലൻ സാലിഹ, നല്ലത് ചെയ്യണം, നല്ലത് ചെയ്യണം. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അല്ലാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നതിൽ ശിർക്ക് വരാനും പാടില്ല. അതേത് ശിർക്കാ? ഇത് രണ്ടും വൈരുദ്ധ്യമല്ലേ? അമൽ സ്വാലിഹാത്ത് ചെയ്യുന്ന ഒരാൾക്ക് ശിർക്ക് ചെയ്യാൻ പറ്റുമോ? ശിർക്കിന്റെ ആളുകൾക്ക് അമൽ സ്വാലിഹാത്ത് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. പിന്നെ ഏത് ശിർക്കായി പറഞ്ഞത്? മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഷിർക്കുൻ അസ്ഗർ, മൈനർ ഷിർക്കുണ്ട്. മൈനർ ഷിർക്ക് അതേതെന്നറിയോ? അദ്ദിയാഉ, ലോകമാന്യത. ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുക. തനിക്ക് ആലോചിച്ച പെണ്ണിന്റെ വാപ്പ പള്ളിയിൽ ഇരിക്കുന്നു എന്ന് കാണുമ്പോ ഇയാൾ ഒളുവൊക്കെ എടുത്തിട്ട് പോയി നിസ്കാരം. കാരണം എന്താ? അച്ചാരം കൂടുതൽ കിട്ടിയാലോ, സ്ത്രീധനം കൂടുതൽ കിട്ടിയാലോ, സ്വർണം കൂടുതൽ കിട്ടിയാലോ. കാരണം ചെക്കൻ നല്ലവനാണ്, ചെക്കൻ നിസ്കാരമുള്ളവനാണ്. ഇത് അറിയിക്കാൻ വേണ്ടി പെണ്ണിന്റെ വാപ്പ പള്ളിയിൽ ഇരുന്നപ്പോ നിസ്കാരത്തിന്റെ ദൈർഘ്യം കൂട്ടുക. ആരെങ്കിലും കാണുന്നു എന്ന് കാണുമ്പോ ഖുർആൻ ഓതുക. ഈ പള്ളിയിൽ നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്നവരുടെയും അവസ്ഥയാണിത്. ആള് കൂടുതലുണ്ടെങ്കിൽ ഉറക്കെ ഓതുക, ഈണത്തിൽ ഓതുക, കൂടുതൽ ഓതുക. ആരുമില്ലെങ്കിൽ പെട്ടെന്ന് ഓതി തീർക്കുക, ഈണം കുറയ്ക്കുക, സ്പീഡ് കുറയ്ക്കുക. ഇതൊക്കെ റിയായിന്റെ അടയാളമാണ്. പടച്ചോന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആർക്കും വേണ്ടിയാകണ്ട. അപ്പൊ അള്ളാഹനെ കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നീ സൽക്കർമ്മം ചെയ്യുകയും ആ ചെയ്യുന്ന സൽക്കർമ്മം അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ആകണം, വേറെ ആർക്കും വേണ്ടിയിട്ടാകരുത്. ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഈ ചുമയുടെ പ്രശ്നവും ഞാൻ പറഞ്ഞല്ലോ, 53 ഡിഗ്രി ചൂടാ മക്കയില്. 53 ഡിഗ്രി ചൂടാ. ഈ 53 ഡിഗ്രി ചൂട് ഞാൻ 5 ദിവസത്തേക്കാ പോയത്. 2-3 ദിവസം മക്കയിലും 2 ദിവസം മദീനയിലും. ഞാനും വേറൊരു ഉസ്താദും കൂടിയാണ് പോയത്. ആ 53 ഡിഗ്രി ചൂട്, കഠിനമായ ചൂടത്ത് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് മസ്ജിദുൽ ഹറമിലേക്ക് ചെന്ന തണുത്ത സംസം കുടിക്കും. അവിടെ നിന്ന് നിസ്കാരം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് വരുമ്പോ തൊട്ട് താഴെ ഒരു ബക്കാലയുണ്ട്. അവിടെ കയറി എന്തെങ്കിലും വെള്ളം വാങ്ങും, തണുത്ത വെള്ളം, അത് കുടിക്കും. അത്രയും ദാഹമാണ്. 53 ഡിഗ്രി എന്ന് പറഞ്ഞാൽ വല്ലാത്ത ചൂടാണ്. കരിഞ്ഞു പോകും നമ്മുടെ നാട്ടിൽ ആ ചൂട് വന്നാൽ. അപ്പൊ അങ്ങനെ മക്കയിലും മദീനയിലും ആ 3-2 ദിവസത്തെ യാത്രയിൽ നന്നായിട്ട് ഈ ശബ്ദം പുറത്തു വരാത്ത രീതിയിൽ നന്നായിട്ടത് പ്രതികൂലമായി ബാധിച്ചു.
ആ ഒരൊറ്റ കുറവുണ്ടെങ്കിൽ ആ ഒരൊറ്റ കുറവിന്റെ പേരിലാണ് എന്തെങ്കിലും കുറവ് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഉള്ളത്. ഇല്ലെങ്കിൽ 1000 പേരുടെ മുമ്പിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, 10,000 പേര് പങ്കെടുക്കുന്ന സദസ്സിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ഏകദേശം 25,000 പേര് പങ്കെടുക്കുന്ന വേദിയിലും പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ 25 പേരായാലും 25,000 പേരായാലും എൻ്റെ പ്രസംഗത്തിൽ കുറവൊന്നും വരുത്തില്ല. എനിക്ക് ഒരേ ശൈലിയേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എന്തെങ്കിലും കുറവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഈ മഴയും ഈ ആളുകളുടെ കുറച്ച് എണ്ണം കുറവാണ്, ഇട്ട കസേര ഫുള്ളായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണെന്ന് മനസ്സിലാക്കരുത്. എൻ്റെ ശാരീരികാവസ്ഥയുടെ പ്രശ്നമാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇരുന്ന് പ്രസംഗിക്കുന്നത്, എനിക്ക് ശീലം പോലും ഇല്ല. എന്നോട് പറഞ്ഞൊരു 10 മിനിറ്റ് നിന്നിട്ടിരുന്നാൽ പോരെ എന്ന് ചോദിച്ചു. ഞാനങ്ങ് ഇരുന്നതാ. എനിക്ക് ഇരുന്നിട്ട് പ്രസംഗിക്കുന്ന ആദ്യമായിട്ടാണ്, നിന്ന് പ്രസംഗിച്ച ശീലമേ എനിക്കുള്ളൂ. അപ്പൊ ഞാൻ ആ ഒരു യാത്രയുടെ ക്ഷീണം കൊണ്ട് ഞാൻ അങ്ങ് ഇരുന്നു പോയതാണ്. അല്ലാതെ എനിക്ക് യാതൊരു കുറവും പ്രസംഗത്തിൽ ഞാൻ വരുത്തിയിട്ടില്ല. ഇത് പറഞ്ഞത് എന്തിനാണ്? നമ്മൾ പ്രസംഗിക്കുന്നതിന്റെ പടച്ചോന് വേണ്ടിയിട്ടാകണം. അത് ആളുകൾ കൂടുതലുണ്ടെങ്കിൽ വേറൊരു ശൈലി, ആളുകൾ കുറവാണെങ്കിൽ പിന്നെ നോർമലായിട്ട് അടിച്ചിട്ട് പോവുക, അങ്ങനെ ഒരു പരിപാടിയില്ല. എങ്കിൽ അത് പടച്ചോന് വേണ്ടിയിട്ടാവൂല. അത് കേൾക്കാൻ വേണ്ടി വരുന്നവർക്ക്, കാണാൻ വേണ്ടി വരുന്നവർക്കുള്ള പ്രസംഗമായി പോകും. അതാ ഞാൻ പറഞ്ഞത്, ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടിയാകണം. എങ്കിൽ മാത്രമേ റബ്ബിനെ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയുള്ളൂ. ഒരു ചെറിയ ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ചെറിയ ചരിത്രം, 1 മണിക്കൂറായി. ഒരു ചെറിയ ചരിത്രം നിങ്ങൾ കേട്ടോളി. ആ ചരിത്രത്തിൽ നിങ്ങൾ എൻ്റെ കൂടെ വരണം. നല്ല രസകരമായ സംഭവമാണ്. മൂസാ നബിയുടെ കാലഘട്ടത്തിൽ, നമ്മുടെ ചർച്ചയിൽ കഥാപുരുഷൻ മൂസാ നബിയാണല്ലോ, മഴയില്ലാതായി. മഴയില്ലാത്ത ഒരു കാലം വന്നു. നമ്മളെ നാട്ടില് മഴയില്ലാത്തത് പോലെയല്ല. മൂസാ നബിയുടെ കാലഘട്ടത്തിൽ മഴയില്ലാത്ത ആ മഴക്ഷാമം വന്നത് 7 വർഷമാണ്. 7 വർഷം മഴയില്ല. 7 വർഷം മഴയില്ല. ഉറങ്ങുന്ന ആരുമില്ലല്ലോ, ആരുമില്ലല്ലോ. അടുത്തിരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. ആരെങ്കിലും ഉറങ്ങുന്നെങ്കിൽ പതുക്കെ തട്ടിയിട്ട് ഉണർന്നിരിക്കാൻ പറയും. ഞാൻ ആരെയും കാണുന്നില്ല, ഞാൻ പറഞ്ഞത്. 7 വർഷം മഴയില്ലാത്തൊരവസ്ഥ വന്നു. 7 വർഷം. മഴ വേണ്ടേ? വെള്ളം വേണ്ടേ? മനുഷ്യന് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? വേറെ എന്തില്ലെങ്കിലും പറ്റും. ഭക്ഷണം ഇല്ലെങ്കിലും ജീവിക്കാം, വെള്ളം കുടിച്ച്. വെള്ളം ഇല്ലെങ്കിലോ? കറണ്ട് ഇല്ലെങ്കിലും ജീവിക്കാം, ഭർത്താവില്ലെങ്കിലും ജീവിക്കാം, ഭാര്യ ഇല്ലെങ്കിലും ജീവിക്കാം. ഭാര്യയില്ലാതെ ഭർത്താക്കന്മാർ ജീവിക്കുന്നുണ്ട്, ഭർത്താവില്ലാതെ ഭാര്യമാര് ജീവിക്കുന്നുണ്ട്, ഭക്ഷണമില്ലാതെ ജീവിക്കുന്നുണ്ട്, കറണ്ടില്ലാതെ ജീവിക്കുന്നുണ്ട്. എവിടാ വെള്ളമില്ലാതെ ജീവിക്കുന്നവർ ഉണ്ടോ? 7 വർഷക്കാലം വെള്ളമില്ലാത്തൊരവസ്ഥയുണ്ടായി. മൂസാ നബി അലൈഹിസ്സലാം 70,000-ഓളം വരുന്ന ബനൂ ഇസ്രായേലികളെയും കൊണ്ട് മഴയെ തേടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മൈതാനത്ത് ഒരുമിച്ച് കൂടി. വർഷം മറക്കരുത്, എണ്ണം മറക്കരുത്. 7 വർഷക്കാലം മഴയില്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലമാണ്. 70,000-ഓളം വരുന്ന ബനൂ ഇസ്രായേലുകളുമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസാ അലൈഹിസ്സലാം മഴയെ തേടിയിട്ട് പടച്ചവനോട് ദുആ ചെയ്യാൻ വേണ്ടി മൈതാനത്ത് ഒരുമിച്ച് കൂടുകയാണ്. ആ സമയത്ത് 70,000 പേരും ആമീൻ പറയുന്നു. മൂസാ നബി ദുആ രക്കുകയാണ്, പടച്ച റബ്ബേ, വെള്ളമില്ല, കുടിക്കാൻ ഞങ്ങൾക്ക് വെള്ളമില്ല, കന്നുകാലികൾക്ക് കുടിക്കാൻ വെള്ളമില്ല, മലമൂത്ര വിസർജനം ചെയ്തിട്ട് ഉപയോഗിക്കാൻ വെള്ളമില്ല. വെള്ളമില്ലാത്തൊരവസ്ഥയിൽ ഞങ്ങളെപ്പറ്റി ചിന്തിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല തമ്പുരാനെ. ഇത് പറഞ്ഞിട്ട് മൂസാ നബി ദുആ രക്കുമ്പോ ആമീൻ പറയുന്നത് 70,000-ഓളം വരുന്ന ബനൂ ഇസ്രായേലികളാ. ആ സമയത്ത് അല്ലാഹുവിന്റെ അതാ സന്ദേശം വരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിനെ പടച്ചവനെ വിളിക്കുകയാണ്. എന്നിട്ട് മൂസാ നബിയോട് ചോദിക്കുന്നു, മൂസാ കൈഫ അസ്തജീബു ലഹു വഖദ് അളലമത അലൈഹിം ദുനൂബുഹും സറായിറുഹും ഖബീസാ യദ്ഊനനി അലാ ഗൈരി യഖീൻ വയഅ്മുനൂന മക്രി. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു
അല്ലാഹു അറിയിക്കുകയാണ്, മൂസ ഇവരെന്നോട് ചോദിക്കുന്ന മഴയാണ്, ഇവരെന്നോട് ചോദിക്കുന്ന വെള്ളമാണ്, എങ്ങനെയാണ് ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കുക മൂസ നബിയെ? വഖദ് ഉളിമത് അലൈഹിം ദുനൂബുഹു, അവര് പാപങ്ങൾ ചെയ്ത് കരിവാളിച്ചവരാ, അവരുടെ ജീവിതം കറുത്തുപോയവരാ, അവര് പാപങ്ങൾ ചെയ്തവരാ. സറായിറുഹും ഖബീസ, ആളുകളെ കാണുമ്പോൾ അവര് നല്ലവരാ, പരസ്യമായി അവര് നല്ല പ്രവൃത്തി ചെയ്യുന്നവരാ, പരസ്യമായിട്ട് അവര് നല്ല പിള്ള ചമയുന്നവരാ. പക്ഷേ രഹസ്യ ജീവിതത്തില്, അവര് പരമരഹസ്യ ജീവിതത്തില്, അവരുടെ ഗോപ്യമായ നിമിഷങ്ങളില്, അവരുടെ നിഗൂഢമായ സാഹചര്യങ്ങളില് അവരുടെ പ്രവർത്തനം ഖബീസ, മോശമാണ് മൂസ നബിയെ. യദഊനനി അലാ ഗൈരി യഖീൻ, ഒരു പ്രതീക്ഷയുമില്ലാതെയാണ് പ്രാർത്ഥിക്കുന്നത്, ഉത്തരം കൊടുക്കുമെന്ന് ഒരു പ്രതീക്ഷയും അവർക്കില്ല. വയമുനൂന മക്രി, ഞാൻ അവർക്ക് എന്തെങ്കിലും ശിക്ഷ കൊടുക്കുമെന്നതിൽ അവർക്ക് പേടിയില്ല. അവര് നിർഭയത്വമുള്ളവരായി അവര് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യാതൊരു പരീക്ഷയുമില്ലാതെ എന്നോട് ദുആ ചെയ്യുകയാ. അവരുടെ രഹസ്യ ജീവിതം മോശമാ, അവര് പാപത്തിന്റെ കറകൾ കൊണ്ട് ഇരുണ്ട് പോയവരാ. എങ്ങനെയാണ് ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കുക മൂസ നബിയേ? 70,000 വരുന്ന ആളുകളിൽ ഒരുത്തം പോലും നല്ലവനില്ല. ഞാൻ എങ്ങനെ ഉത്തരം കൊടുക്കും? എന്താ അവരുടെ കുറവ്? രഹസ്യത്തിൽ അവര് ജീവിതത്തിൽ സൂക്ഷ്മതയില്ല. പരസ്യമായിട്ട് ഭയങ്കര കാളിയ, പരസ്യമായിട്ട് അവർ ഭയങ്കര ആലിമാണ്, ഹാജിയാണ്, തഖ്വയാണ്, ഒക്കെയാണ്. രഹസ്യമായിട്ട് അവരുടെ ജീവിതം നല്ലതല്ല. മാത്രമല്ല അവര് ദുആരക്ക് യാതൊരു യഖീൻ, പ്രതീക്ഷയില്ലാതെ, ഉറപ്പില്ലാതെ ദുആ എന്നിട്ട് അല്ലാഹു ദുആ ഉത്തരം തരുമോ? ആ പടച്ചോനെ നീ എനിക്ക് അത് ഒരു പ്രതീക്ഷയില്ല, ഒരു ഉറപ്പുമില്ല കിട്ടുമെന്ന് വെറുതെ ചോദിക്കാൻ. പണ്ടൊരിക്കൽ ഇതുപോലെ എവിടെയോ മഴയെ തേടി നിസ്കരിക്കാൻ വേണ്ടി പോയി. പള്ളിയിലെ ഉസ്താദും കമ്മിറ്റിക്കാരും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും മൃഗങ്ങളും ആട്ടിൻപറ്റങ്ങളും കോഴിക്കുഞ്ഞുങ്ങളും എല്ലാം കൂടെ മൈതാനത്ത് ഒരുമിച്ച് കൂടി. നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ പെരുമഴ, കോരിച്ചൊരിയുന്ന മഴ. നോക്കുമ്പോ ഉണ്ട് ഉസ്താദ് കടത്തിണ്ണെ കയറിയിരിക്കുന്നു, കമ്മറ്റിക്കാർ കടക്കകത്ത് കയറിയിരിക്കുന്നു, നാട്ടുകാര് വീടുകളുടെ കോലായിൽ കയറി നിൽക്കുന്നു. ഒരു പെൺകുട്ടി കൊടയും ചൂടി തിരിച്ചു പോകുന്നു. കൊടയും പിടിച്ചിട്ടൊരു പെൺകുട്ടി പോവാൻ. അപ്പോ ആളുകൾ ചോദിച്ചു, പെൺകുട്ടിയോട് ചോദിച്ചു, നീ കൊട കൊണ്ടുവന്നോ? അപ്പൊ ആ പെൺകുട്ടിയുടെ മറുപടി എന്തെന്നറിയോ? എനിക്ക് ഉറപ്പുണ്ട്, ദുആ ചെയ്ത അല്ലാഹ് ഉത്തരം തരും, അതുകൊണ്ട് ഞാൻ മഴ പെയ്യുമെന്ന് ഉറപ്പുള്ളപ്പോ കൊടയും കൂടെ എടുത്തു. ആ ഉറപ്പ് പള്ളിയിലെ മൊയ്ലിയാർക്കും ഇല്ല, കമ്മിറ്റിക്കാർക്കും ഇല്ല, ശമ്പളം കൊടുക്കുന്ന കമ്മിറ്റിക്കാർക്കും ഇല്ല. വെറുതെ പോയി ദുആരക്കുന്നു, തിരിച്ചു വരുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത്. ആലോചിച്ച് നോക്കിയ പണ്ടൊരു കേസ് ഉണ്ടായി. ഒരു പള്ളിയുടെ അടുത്ത് ഒരു എന്താണ് പിന്നെ ഇത് വന്നു, മദ്യഷാപ്പ്. കോടതിയിൽ വന്ന കേസാണ്. മദ്യഷാപ്പ് വെച്ചതിന്റെ പിറ്റന്ന് പൊളിഞ്ഞു. മദ്യഷാപ്പുകാർ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. പള്ളിക്കാര് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളുടെ മദ്യഷാപ്പ് പൊളിഞ്ഞു പോയത് എന്ന് കേസ് കൊടുത്തു. കേസ് ജഡ്ജി വിളിപ്പിച്ചു. പള്ളിക്കാര് കയറിയിട്ട് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടല്ല അത് നശിച്ചത്. കള്ളുഷാപ്പുകാർ പറയുന്നു, അല്ലാതെ നശിക്കാൻ യാതൊരു സാധ്യതയില്ല. ഞങ്ങൾ ഇവിടെ മാത്രമല്ല, എവിടെല്ലാം തുടങ്ങിയതാ നല്ല വിജയമാണ്. ഇവിടെ തുടങ്ങിയപ്പോൾ മാത്രം ഇങ്ങനെ സംഭവിച്ചു. അത് ഈ പള്ളിക്കാരുടെ പ്രാർത്ഥനയാണ്. ഇവര് ദുആ ചെയ്തതിന്റെ പേരിലാണ് ഞങ്ങൾക്ക് നാശം ഉണ്ടായതെന്ന് പറഞ്ഞ് കേസ് കൊടുത്തപ്പോൾ പള്ളിക്കാർ പറയുന്നു, അല്ല, ഞങ്ങൾ ദുആ ചെയ്തിട്ടോ പ്രാർത്ഥിച്ചിട്ടോ അല്ല ഇത് നശിച്ചത് എന്ന്. ജഡ്ജി കുറെ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് ചോദിക്കുക, പള്ളിയിലും പ്രാർത്ഥനയിലും വിശ്വാസമുള്ള കള്ള് കച്ചവടക്കാരനും പള്ളിയിലും ദുആയിലും വിശ്വാസം ഇല്ലാത്ത പള്ളിക്കാരും ശരിയല്ലേ? കള്ള് ഷാപ്പുകാർ പറയാണ്, നിങ്ങൾ ദുആ ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് നശിച്ചത്. ഇവര് പറയാ, ഞങ്ങളെ ദുആ ചെയ്ത് അങ്ങനെ നശിക്കുകയൊന്നുമില്ല. അപ്പൊ ആർക്കാ യഥാർത്ഥത്തിൽ ഈമാനുള്ളത് എന്ന് ആലോചിച്ച് നോക്കിയേ. ഇതല്ലേ നമ്മുടെ കുറവ്?
70,000-ഓളം വരുന്ന ആ ബനൂ ഇസ്രായേലികളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു. ആ സമയത്ത് ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല. ചരിത്രം നിങ്ങളെ കേൾക്കണേ പ്രിയപ്പെട്ടവരെ. അല്ലാഹു മൂസാ നബിയോട് പറയുകയാണ്, മൂസാ, ഞാൻ ഉത്തരം തരണോ? ഞാൻ നിങ്ങൾക്ക് മഴ തരണോ? നിങ്ങളുടെ കൂട്ടത്തിൽ ബർഖ എന്ന് പേരുള്ള ഒരാളുണ്ട്. ആ ബർഖ എന്ന് പേരുള്ള ആളിനെ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിക്ക്, ഞാൻ മഴ തരാം. ബർഖ എന്ന് പേരുള്ള ആള്, അയാള് വരട്ടെ, ദുആ രക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് മഴ തരാം. 70,000-ഓളം വരുന്ന സമൂഹത്തിന്റെ മുമ്പിൽ ഒരു വിരൽ ചൂണ്ടിയിട്ട് മൂസാ നബി ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ബർഖ എന്ന് പേരുള്ള ആളുണ്ടോ? അവര് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല അങ്ങനെ ഒരാള്. ഞങ്ങളെ കൂട്ടത്തിൽ ബർഖ എന്ന് പേരുള്ള ആളില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പുള്ളി അറിയുകയുമില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. മൂസാ നബി ഇങ്ങനെ നടന്നുപോയി. ആ നടന്നു പോകുന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യന് കീറിപ്പറഞ്ഞ വേഷം ധരിച്ചുകൊണ്ട്, കീറിപ്പറഞ്ഞ തുണി ധരിച്ചുകൊണ്ട് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ശരീരത്ത് മണ്ണൊക്കെ പുരണ്ടിരിക്കുകയാ. അയാളുടെ നെറ്റിത്തടത്തിൽ നിസ്കാരത്തിന്റെ തഴമ്പ് കാണാം. ആ മനുഷ്യൻ ഇതാ നടന്നു വരികയാ. മൂസാ നബി അടുപ്പ് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ പേരൊന്ന് പറയുമോ? എന്താ നിങ്ങളുടെ പേര്? നിങ്ങളുടെ പേര് പറയൂ. ആ സമയത്ത് സക്കരിയ മൗലവി ഇവിടെ വന്നിങ്ങനെ വന്നു. നിങ്ങൾ വരി, ഇവിടെ എന്ന് വന്ന് ഇൻഷാ അല്ലാഹ്. കോന്നി പള്ളിയിലെ ഉസ്താദാ. ഇതിന് മുമ്പ് എത്ര 25 കൊല്ലോ അവിടെ ഇരുന്ന് 15 കൊല്ലോ. ബർഖ എന്ന പേരുള്ള ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആർക്കും അറിയില്ല. മൂസാ നബി അലൈഹിസ്സലാം നടന്നു പോകുമ്പോ വേഷം മുഷിഞ്ഞ് നാറിയ, തുണിയെല്ലാം കീറിപ്പറിഞ്ഞ്, നിസ്കാരത്തഴമ്പ് നെറ്റിത്തടത്തിൽ പ്രകടമായ ഒരു മനുഷ്യൻ നടന്നു വരുന്നു. കാണാനൊരു ലുക്കും ഇല്ല. ഇന്നിപ്പോ അങ്ങനെയാണല്ലോ. കമ്മിറ്റിയിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാ ഈ ഏരിയയിൽ തന്നെ വരുന്നത്. ഈ ഭാഗത്തോട്ട്, പത്തനംതിട്ട ജില്ലയിലല്ല, ഈ ഭാഗത്തുണ്ട്. അരിവാപ്പലത്ത് വന്ന് സജീവ് സാഹിബിന്റെ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചു പോയി. ചില പള്ളികളിലെ പളപളപ്പുള്ള ആളുകളെ കമ്മിറ്റിക്കാരായിട്ട് ഇരുത്തുള്ളൂ. ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാ. അതുകൊണ്ടാ എന്നെ സാധാരണ ഒരു സ്ഥലത്ത് വിളിച്ച പിന്നെ വിളിക്കാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, കല്യാണം കഴിക്കണമെങ്കിലും നല്ല പളപളപ്പ്, കള്ളുകുടിയോ നിസ്കാരം ഉണ്ടോ അതൊന്നും പ്രശ്നമില്ല. നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കള്ളുകുടിയനായാലും കുഴപ്പമില്ല. അവര് കാണുമ്പോ ഒരു ലുക്ക് വേണം. അതാണല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ മനുഷ്യന്റെ കോലം കണ്ടിട്ട് മൂസാ നബിക്ക് മനസ്സിലായി. ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അയാള് പറഞ്ഞു, ഇസ്മി ബർഖ, എന്റെ പേര് ബർഖ എന്നാണ്, എന്റെ പേര് ബർഖ എന്നാണ്. ആ സമയത്ത് മഹാനായ മൂസാ നബി അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലയോ സഹോദര, ഞാൻ നിങ്ങളെ നോക്കി നടക്കുകയായിരുന്നു. 70,000-ഓളം ജനതയെയും കൊണ്ട് ഞാൻ പടച്ചവനോട് മഴയെ തേടിയപ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സന്ദേശം വന്നു, ബർഖ ദ്വാരെന്നാ, ഞാൻ മഴ തരാമെന്ന്. അതുകൊണ്ട് വരണേ, ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ, മഴ പെയ്യിപ്പിക്കണേ ബർഖ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ബർഖ സമ്മതിച്ചു. ബർഖ വരികയാ. ആ ബർഖ വന്നിട്ട് മൈതാനത്ത് 70,000-ഓളം വരുന്ന ജനങ്ങളുടെ മുമ്പില്, അള്ളാഹുവിന്റെ പ്രേമവാദനത്തിന്റെ മുമ്പില് എല്ലാം വേണ്ടെന്ന് വെച്ചപ്പോ, അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടാത്തതെല്ലാം പ്രണവൽഗണിച്ച, അള്ളാഹുവിനോട് സംസാരിക്കാൻ സമയം കണ്ടി സംസാര പ്രിയനായ, അള്ളാഹനെ കാണണമെന്ന് വാശി പിടിച്ചു തൂരിസീന പർവ്വതത്തിൽ വെച്ച് മോഹാലസ്യപ്പെട്ട് വീണുപോയ അള്ളാന്റെ പ്രേമവാചനമേ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വെച്ച് ബർഖ ദുആ രക്കുകയാ. രണ്ട് കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് അദ്ദേഹം ദുആ ചെയ്തത്, അദ്ദേഹത്തിന്റെ ദുആ എന്താണെന്നറിയോ? ചോദിച്ച ചോദ്യം ഇതാണ്, മാഹാദാ,
ചോദിക്കുന്നത് കരഞ്ഞുകൊണ്ടല്ല. പടച്ചോനെ മഴയില്ല, വെപ്രാളത്തിലാണ്, മൃഗങ്ങൾ ചപ്പടുങ്ങുന്നു, ഞങ്ങൾക്ക് വെള്ളമില്ല, ഓട്ടമാണ്, നീ മഴ തന്നില്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു പോകും എന്നൊന്നും പടച്ചോനോട് പറയുന്നില്ല. അതൊക്കെ അള്ളാഹ്ക്കറിയാലോ, വെള്ളം കിട്ടിയില്ലെങ്കിലും മരിച്ചു പോകുമെന്ന്. മൂസാ നബിയുടെ മുമ്പിൽ 70,000-ഓളം വരുന്ന ജനങ്ങളുടെ മുമ്പിൽ ബർഖ 2 കൈ നീട്ടിയിട്ട് ചോദിക്കുന്നു, മഹാദാ, ഇതെന്താ പടച്ചോനെ ഇത്? ചോദിക്കുന്ന അർത്ഥം നിങ്ങൾ കേട്ടോ. ഇതെന്താ പടച്ചോനെ ഇത്? എന്ത് പരിപാടിയാ ഇത്? ചോദിക്കുകയാണ്. യാതൊരു കൂസലും ഇല്ല. ഈ ചരിത്ര അവസാനം വരെ കേൾക്കണം. ഈ ഹയ്യായിലുണ്ടത് എവിടെയെങ്കിലും ഉള്ളതല്ല, സീരിയലിലെ ഏതെങ്കിലും ക്ലൈമാക്സ് അല്ല, ഏതെങ്കിലും സിനിമയിലെ തിരക്കഥയല്ല, ഏതെങ്കിലും നാടകത്തിന്റെ ഇതിവൃത്തമല്ല, ഏതെങ്കിലും നാൽക്കാശിൽ എഴുതുന്ന ഏതെങ്കിലും എഴുത്തുകാരന്റെ ലേഖനത്തിന്റെ ഏതെങ്കിലും പേജിലുള്ള കറുത്തക്ഷരങ്ങളല്ല. ഇത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുത്ത, ലോകത്തിന്റെ മുമ്പിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി കൊടുത്ത പൂർവ്വസൂരികളിൽപ്പെട്ട ഒരു വലിയ മഹാനുഭാവന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ ശകലങ്ങളിൽ നിന്നുള്ളതാണ്. ബർഖ റബ്ബിനോട് കൈനീട്ടിയിട്ട് ചോദിക്കുന്നു, മഹാദാ, പടച്ചോനെ ഇതെന്താ? ലാഹാദാ മിൻ ഹൽമിക്, ഇതല്ലല്ലോ നിന്റെ പണി, നിന്റെ പണി ഇതല്ലല്ലോ. ചോദിക്കുകയാണ്, അനഖസ്ത അലൈനാ ഉയൂനുക, നീ ഞങ്ങളെ നോക്കാതെ ആയോ? ഇപ്പോ നീ ഞങ്ങളെ നോക്കുന്നില്ലേ? ഇപ്പോ അള്ളാഹുവോട് ചോദിക്കാൻ, എന്താ പടച്ചോനെ നിനക്ക് പറ്റിയത്? നീ ഇപ്പൊ ഞങ്ങളെ നോക്കാറില്ലേ? പടച്ചതമ്പുരാനെ, നിന്നെ വഴിപ്പെടാതെ ആയോ കാറ്റുകൾ? കാറ്റ് നിന്നെ വഴിപ്പെടാതെ ആയോ? കാർമേഘം നിന്നെ അനുസരിക്കാതായോ? മഴ നിന്നെ അനുസരിക്കാത്ത സാഹചര്യം ഉണ്ടായോ? തീരുന്നില്ല. അതേ, നിന്റെ കയ്യിലുള്ള വെള്ളം തീർന്നോ? പറ, എന്ത് പറ്റി നിനക്ക്? നീ എന്താ ഞങ്ങളെ കാണുന്നില്ലേ? നിന്റെ സ്വഭാവം ഇതല്ലല്ലോ. നീ പറഞ്ഞിട്ടിപ്പം മേഘങ്ങളൊന്നും അനുസരിക്കുന്നില്ലേ? അതോ നിന്റെ കയ്യിലുള്ള വെള്ളം തീർന്നു പോയോ? അതല്ല, പാപികളായ ഈ ജനങ്ങളോട് നിന്റെ ദേഷ്യം കൂടുതലാണോ? എന്നാ നീയല്ലേ പറഞ്ഞത്, പാപികളെ സൃഷ്ടിക്കും മുമ്പ് തന്നെ പുറത്തു കൊടുക്കാൻ ഇഷ്ടമുണ്ട് എന്ന് നീയല്ലേ പറഞ്ഞത്? പിന്നെ നിനക്ക് എന്തു പറ്റി? അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അതെ, നീ എല്ലാം ബ്ലോക്ക് ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. നിന്റെ കയ്യിൽ ഇപ്പൊ വെള്ളമൊന്നും ഇല്ലേ? എന്ത് പറ്റി നിനക്ക്? അവസാനം ഒരു ചോദ്യം കൂടി ചോദിച്ചു, അള്ളാഹുവേ, അതേ, നിന്റെയിലുള്ള വിഭവങ്ങളൊക്കെ തീർത്തിട്ട് പാപികളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചോ? എന്ത് പറ്റി നിനക്ക്? ഇതാണ് ദുആ. ഞാൻ അറബി പറഞ്ഞപ്പോഴാണ് അതിന്റെ ഫ്ലോ കുറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചേ. മൂസാ നബിയുടെ മുമ്പിൽ 70,000-ഓളം വരുന്ന ബനു ഇസ്രായേലികളുടെ മുമ്പിൽ കൈ ഉയർത്തിയിട്ട് ചോദിക്കുക, അല്ലാ, നിനക്ക് എന്തു പറ്റി? നീ ഇപ്പൊ പറഞ്ഞ കാറ്റൊക്കെ അനുസരിക്കാതായോ? മേഘം നീ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലേ? അതേ, നിന്റെ കയ്യിൽ വെള്ളം തീർന്നോ? അതേ, നീ ഞങ്ങളോട് ദേഷിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞല്ലോ നീ പുറത്തൊക്കെ തരാമെന്ന്. അതേ, നിന്റെ കയ്യിൽ എന്തെങ്കിലും തീർന്നു പോകുന്നു പേടിയുണ്ടോ നിനക്ക്? നീ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾ അങ്ങ് മരിപ്പിച്ചേക്ക്, ശിക്ഷിക്ക്. അതല്ല, നിനക്ക് എന്താ സംഭവിച്ചത്? നിന്റെ പണി ഇതല്ലല്ലോ. ഇത്രയും അങ്ങ് പറഞ്ഞപ്പോ അല്ലാ മഴ പെയ്യുകയാ. 7 വർഷക്കാലം ഒരു തുള്ളി വെള്ളം വീഴാത്ത ബനൂ ഇസ്രായേലി സമുദായത്തിന്റെ മുമ്പിൽ 70,000-ഓളം വരുന്ന ബനൂ ഇസ്രായേലികൾ പ്രാർത്ഥിച്ചപ്പോ അല്ലാഹു ഉത്തരം കൊടുക്കാതിരുന്ന സമയത്ത് ബർഖ എന്ന കീറി പറഞ്ഞ തുടി ധരിച്ച പാവപ്പെട്ടവർ അല്ലാഹുവിന്റെ മുമ്പിൽ കൈനീട്ടിയപ്പോ, കുശലാന്വേഷണം നടത്തിയപ്പോ, അല്ലാഹുവിനോട് സല്ലപിച്ചപ്പോ, അല്ലാഹുവോട് കാമുകനോട്
ഭാര്യയോട് കൊച്ചു വർത്തമാനം പറയുമ്പോൾ പിണക്കത്തിന്റെ ഒടുവിൽ ഫോൺ എടുത്ത് തന്റെ കാമുകനെ വിളിച്ചിട്ട്, എന്താടാ നിനക്ക് പറ്റിയത്? നീ ഇങ്ങനെ അല്ലല്ലോ എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്നെ കൈയൊഴിയൂല, എന്നോട് പിണങ്ങൂല, ഇങ്ങനെയല്ലേ നീ എന്നെ സ്നേഹിച്ചപ്പോ പറഞ്ഞത്. പിന്നെ നിനക്ക് എന്തു പറ്റി? നിനക്ക് എന്നോട് ദേഷ്യാണോ എന്നൊക്കെ ഒരു കാമുകിയായ പെണ്ണ് ചോദിക്കുമ്പോൾ അല്ലാഹു എന്ന പ്രേമഭാജനത്തിനോട് ബർഖ എന്ന സ്നേഹിതന് ചോദിച്ചപ്പോ ആകാശ ലോകത്ത് നിന്ന് മേഘങ്ങൾ കൊട്ടിക്കീറിയിട്ട് സമൃദ്ധമായി മഴ വർഷിപ്പിക്കപ്പെടുകയാ. ആ മഴത്തുള്ളി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോ എത്രത്തോളം മഴ പെയ്തെന്നറിയോ സഹോദരങ്ങളെ? മഴ പെയ്തിട്ട് അവിടെ സംഭവിച്ചത് അര ദിവസമാണ് മഴ പെയ്തത്, അഥവാ 12 മണിക്കൂറാണ് മഴ പെയ്തത്. 7 വർഷക്കാലം മഴയില്ലാത്ത മണ്ണില് 12 മണിക്കൂർ ഒരേപോലെ മഴ പെയ്തപ്പോ നിസ്ഫു യൗമെന്നാണ് പറയുന്നത്. ഒന്നുകിൽ 12 മണിക്കൂർ, അല്ലെങ്കിൽ പകലിന്റെ പകുതി 6 മണിക്കൂർ. എത്രയായാലും മഴ പെയ്തങ്ങ് തീരുമ്പോ ഒട്ടകത്തിലിരിക്കുന്ന ഒരാളിന്റെ കാൽപാദത്തിൽ പുല്ല് വരത്തക്ക നിലയില് പുല്ലുകളതാ മുളച്ചു പൊന്തുകയാ. പുല്ലിങ്ങനെ മുളച്ചു പൊന്തി വന്നു. കന്നുകാലികൾ ഉത്സവ ലഹരിയായി. എപ്പോഴത്തോളമാണ് ഒട്ടകത്തിലിരിക്കുന്ന ഒരാള്, ഒട്ടകപ്പുറത്തിരിക്കുന്ന ഒരാളിന്റെ കാൽപാദത്തിന്റെ ആ പുൽത്തകിടിയിൽ തട്ടുന്നത് വരെ പുല്ലിങ്ങനെ മുളച്ചങ്ങ് വരുമ്പോ മൂസാ നബിയും സന്തോഷിച്ചു. 70,000-ഓളം വരുന്ന ബനു ഇസ്രായേലികൾ സന്തോഷിച്ചു. ബർഖ ദുആ ചെയ്തിട്ട് ബർഖയുടെ വഴിയിലേക്ക് അങ്ങ് നടന്നുപോയി. മൂസാ നബി അലൈഹിസ്സലാം വിട്ടില്ല. മൂസാ നബി പിന്നാലെ ചെന്നിട്ട് ആ ബർഖയോട് ചോദിക്കുന്നു, ബർഖ സന്തോഷം തന്നെ ഞങ്ങൾക്ക് ദുആ ചെയ്ത് മഴ തേടി തന്നത്, സന്തോഷം തന്നെ. പക്ഷെ ബർഖ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്താണെന്നറിയോ? എന്തിനാ നീ പടച്ചവനോട് സഭ്യതയില്ലാതെ സംസാരിച്ചത്? അല്ലാഹുവോട് ഇങ്ങനാണോടോ ബർഖ നീ സംസാരിക്കേണ്ടത്? പടച്ചവനോട് ഇപ്പം മാന്യതയോടെ സംസാരിക്കണ്ടേ? ആ സമയത്ത് ബർഖ ഒരക്ഷരം മിണ്ടിയില്ല. ബർഖ അവിടെ നിന്ന് നടന്നു പോയി. ബർഖ അവിടെ നിന്ന് നടന്നു പോയി. ആ സമയത്ത് അല്ലാഹു മറുപടി കൊടുക്കുകയാ. നമുക്ക് ഉത്തരം മുട്ടിപ്പോയാ നമ്മൾ അല്ലാഹുവിന്റെ പ്രേമഭാജനമായ നമ്മൾ ആർക്കാണോ മറുപടി കൊടുക്കേണ്ടത് അവർക്ക് മറുപടി കൊടുക്കാൻ നമുക്ക് അശക്തത വന്ന അവിടെ മറുപടി കൊടുക്കാൻ രാജാതിരാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു സംശയമില്ല. അല്ലാഹു മറുപടി കൊടുക്കും, സംശയമില്ല. ബർഖയോട് ചോദിച്ചു, ബർഖ എന്തേ പടച്ചവനോട് നീ ചോദിക്കുമ്പോ മര്യാദയോടെ ചോദിക്കണ്ടേ? ഇങ്ങനാണോ പടച്ചവനോട് സംസാരിക്കേണ്ടത്? കുഞ്ഞുങ്ങളോട് സംസാരിക്കും പോലെയാണോ? കൂട്ടുകാരോട് സംസാരിക്കും പോലാണോ പടച്ചവനോട് സംസാരിക്കേണ്ടത്? ആ സമയത്ത് ബർഖ മിണ്ടിയില്ല. അല്ലാഹു മൂസാ നബിയോട് മറുപടി കൊടുക്കുകയാണ്, വിട്ടേക്ക് മൂസ, ആ ബർഖയെ വിട്ടേക്ക് മൂസ. ആ ബർഖ ആരെന്നറിയോ? ഇന്നഹു യുൽഹിഖുനി കുല്ല യൗമിൻ 3 മർറാ. ഓരോ ദിവസവും 3 പ്രാവശ്യം ഈ ബർഖ എനിക്ക് എന്നോട് ദുആ ചെയ്തിട്ട് എന്നെ ചിരിപ്പിക്കാറുണ്ട് മൂസ. ഇയാളുടെ പ്രാർത്ഥന കേൾക്കുമ്പോ എനിക്ക് ദേഷ്യമല്ല, ഇയാൾ ദുആ ചെയ്യുമ്പോ എനിക്ക് ചിരിയാണ് വരിക. ദിവസവും 3 പ്രാവശ്യം എന്നെ ചിരിപ്പിക്കുന്ന ആളാ ബർഖ എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യമില്ല മൂസ നബിയേ, എന്റെ സ്നേഹിതനാ. എന്നിട്ട് അല്ലാഹു ബർഖയെ പറ്റി പറഞ്ഞു കൊടുക്കുകയാ, ഇന്ന ബർഖ നിഅമൽ അബ്ദു ഹുവലി. അവൻ നല്ല അടിമയാണ്. ആ ബർഖ എനിക്കുള്ളവനാണ്. ആ ബർഖ എന്റെ ആളാണ് മൂസ, എന്റെ ബർഖയാണ് മൂസ. ഇല്ലാ അന്ന ഫീഹി ഐബാ. ആ ബർഖയിൽ ഒരൊറ്റ കുറവേ ഉള്ളൂ. കേട്ടോ, ബോധം വരട്ടെ, മുസ്ലിം ഉമ്മത്തിന് ബോധം വരട്ടെ. കല്യാണ മാമാങ്കങ്ങൾ നടത്തുന്ന ഏറ്റവും വലിയ മോശപ്പെട്ട ജീവിതം നയിക്കുന്നവർ മുസ്ലിം സമുദായമാണ്, യാതൊരു സംശയമില്ല. എന്നെ കേൾക്കുന്ന ഹിന്ദു സമൂഹം ഈ നാട്ടിലുണ്ട്, ഇല്ലേ? ഇല്ലേ? ഉറച്ചു പറയട്ടെ, പതുക്കെ പറയട്ടെ?
ഉറച്ചു പറയട്ടാ, ലോകത്ത് ഏറ്റവും കൂടുതൽ മോശമായ കല്യാണം നടത്തുന്ന സമുദായം മുസ്ലിം സമുദായമാണ്. ക്രിസ്ത്യാനികളുടെ ഒരു ആഭാസത്തരം നിങ്ങൾ കാണിക്കും. അന്ന് ഞാൻ ഈ മണ്ണിലൂടെ ഒറ്റക്കാലിൽ നടക്കും പത്തനംതിട്ട വരെ കാണിച്ചതാ. ക്രിസ്ത്യൻസ് കൂടുതലുള്ള ഏരിയല്ലേ, കാണിച്ചതാ. ഹിന്ദുക്കളുടെ ഏതെങ്കിലും ഒരു കല്യാണത്തിന് എന്തെങ്കിലും ആഭാസത്തരം അവർ കാണിക്കുന്നുണ്ടോ? മുസ്ലിം സമുദായത്തിന്റെ കല്യാണം എടുത്ത് നോക്ക്. മഞ്ഞ കല്യാണം പ്രാന്തികളുടെ കല്യാണം, പ്രാന്തന്മാരുടെ കല്യാണം. മഞ്ഞക്കല്യ ദീനീ ബോധമുള്ള ഒരു പെണ്ണ് പറയണം, മഞ്ഞക്കല്യാണം എനിക്ക് വേണ്ട. ആ മഞ്ഞക്കാർഡ് കൊടുക്കുന്നത് കേരളത്തിൽ 2 സ്ഥലങ്ങളില്ല. ഒന്ന് കോഴിക്കോട് കുതിരവട്ടത്തും, 2 പേരൂർക്കട ഊളംപാറയിലും. മഞ്ഞക്കാരുടെ കയ്യിലുണ്ടെങ്കിൽ ആരെ വേണോ അടിക്കാം. മുഖ്യമന്ത്രിയെ കുനിച്ചീർത്തി ഇടിക്കാം, പ്രധാനമന്ത്രിയുടെ നാഭിക്ക് കുത്താം, അല്ലേ? പ്രതിപക്ഷ നേതാവിന്റെ കരണക്കുറ്റിക്ക് അടിക്കാം. പോലീസ് പിടിക്കുമ്പോ മഞ്ഞക്കാരെടുത്ത് കാണിച്ചു കൊടുക്കുക, എനിക്ക് പ്രാന്താണ്, എനിക്ക് വട്ടാണ്, എനിക്ക് തന്ന സർട്ടിഫിക്കറ്റാ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. ഈ മഞ്ഞക്കാർഡ് കിട്ടുന്ന പ്രാന്തന്മാർക്കാണെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ പ്രാന്തന്മാരുണ്ട്, പ്രാന്തികളുണ്ട്. അത് മഞ്ഞ കല്യാണം നടത്തുന്ന വിവരദോഷികളാണ്. എനിക്ക് ദേഷ്യം ആ കല്യാണ വീട്ടിൽ പോയി പറഞ്ഞ് കൈമടക്കം വാങ്ങിച്ച് പോക്കറ്റ് ഇടുന്ന മൊയിലാക്കന്മാരാണ് എനിക്ക് ദേഷ്യം. അള്ളാന്റെ പള്ളിയുടെ കസേരക്കകത്തിരുന്ന് ഒപ്പിട്ട് കൊടുക്കുന്ന വിവരം കെട്ട കമ്മറ്റിക്കാരന്മാരോടാണ് എനിക്ക് ദേഷ്യം. കാരണം എന്താ? എന്നെ നിങ്ങൾ അള്ളാനെ വിളിക്കേണ്ട അടുത്ത വർഷം വിളിക്കേ വേണ്ട. ഇവിടുത്തെ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തിട്ടില്ല, പക്ഷെ ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ് മഞ്ഞ കല്യാണം. ഇത് എവിടെ നിന്ന് കിട്ടിയ സംസ്കാരമാണ്? പറ, എവിടെ നിന്ന് കിട്ടിയ സംസ്കാരമാണ്? മുസ്ലിയാരെന്നില്ല, കാളിയെന്നില്ല, ഹാജിയാരെന്നില്ല, വലിയ ആളെന്നില്ല. ഏറ്റവും കൂടുതൽ അനാവശ്യമായി ഭക്ഷണം വിളമ്പുന്നത്. നിങ്ങളെ മകളെ കെട്ടിക്കുമ്പോ ഒട്ടകിറച്ചി കൊടുത്തോ, ആട്ടിറച്ചി കൊടുത്തോ, ചിക്കൻ ഫ്രൈ 5 എണ്ണം കൊടുത്തോ, ഐസ്ക്രീം പല ഐറ്റം കൊടുത്തോ, ചായയും പൊരിപ്പ് പലഹാരങ്ങളും കൊടുത്തോ? അതൊന്നും എതിരല്ല. ഉള്ളവനല്ലേ കൊടുക്കുള്ളൂ, ഉള്ളവനല്ലേ കൊടുക്കുള്ളൂ. നല്ല ഭക്ഷണം കൊടു. 5 ദിവസം കല്യാണം നടത്തിയിട്ട് ഭക്ഷണം കൊടു. അതൊന്നും ഒരിക്കലും തെറ്റല്ല. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന നല്ലതാ. പക്ഷേ ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന മോശമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ കല്യാണത്തിലാണ്. നാണക്കേട. വാഴത്തിന് കുറവുണ്ടോ? മദ്രസയ്ക്ക് കുറവുണ്ടോ? ഉസ്താദന്മാർക്ക് കുറവുണ്ടോ? ദീനീ ബോധം നഷ്ടപ്പെട്ടു പോയി. ഇനി എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാ, അതാ ഏത് മുസ്ലിം തരത്തിൽ നാളെ എൻ്റെ മകളെ കല്യാണം കഴിക്കാൻ. എനിക്ക് 10 വയസ്സുകാർ മോളാണ്, 12 വയസ്സുള്ള മോള്, 10 വയസ്സുള്ള രണ്ടാമത്തെ മോള്. ഈ 2 പെൺമക്കളെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾ വന്നിട്ട് ആ നിമിഷം നിങ്ങൾ എന്നെ പിടിച്ചു നിർത്തണം. ആഖിറത്തിന് വേണ്ടി മാറ്റി വെക്കരുത്. നീ അല്ലേടാ വന്ന് പ്രസംഗിച്ചത് 2024 നീ എന്നിട്ട് ഇങ്ങനെ കാണിക്കുകയാണെന്ന് ചോദിക്കണം. പിടിച്ചു നിർത്തണം. അത് രാഷ്ട്രീയം നോക്കരുത്, സംഘടന നോക്കരുത്. ഏത് മൊയിലാക്കന്മാര്, കാളിമാര്, ഏത് വലിയന്മാര് നടത്തിയാലും പിടിച്ചു നിർത്തണം. പിടിച്ചത് ഒറ്റപ്പെട്ടു പോയാലും ശരി, പാരകൾ വെച്ചാലും ശരി, ഇല്ലാപ്പത് പറഞ്ഞാലും ശരി, ഇസ്ലാമിൽ നടക്കുന്ന അനാചാരങ്ങളെ പറ്റി പറയാൻ തന്നെയാണ് തീരുമാനം. ഒറ്റപ്പെട്ടു പോയാലും ശരി, എന്തായിരുന്നാലും പിടിച്ച് മൂക്കിക്കയറ്റി കളയും എന്നുള്ള പേടിയാണുള്ളത് പലർക്കും. മൂക്കിക്കയറ്റിക്കോട്ടെ, അത്രയും വലിയ മൂക്കുള്ളവരാണെങ്കിൽ കയറാൻ തയ്യാറാ, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. പ്രസംഗത്തിന് വിളിക്കണ്ട, വിളിച്ചാൽ വിടൂല, ഉറപ്പാണ്. കാരണം നാളെ റബ്ബിന്റെ മുമ്പ് സമാധാനം പറയേണ്ടി വരും. ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ് എൻ്റെ വീട്. തിരുവനന്തപുരം ജില്ലയിലാണ് എൻ്റെ വീട്. ഞാൻ ജുമയ്ക്ക് പോകുന്ന തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദിലാ. കൊല്ലം, പത്തനംതിട്ടയല്ലേ? പത്തനംതിട്ട 2 ജില്ല താണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ ഇവിടെ ഉസ്താദന്മാരില്ലേ? അപ്പൊ എനിക്കൊരു ബാധ്യതയില്ലേ ഇവിടെ പറയേണ്ടത്? ഞാൻ പറയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓർത്ത് വെച്ചോളി. ബർഖയുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം. ബർഖ ചോദിച്ചപ്പോൾ അള്ളാഹ് ഉത്തരം കൊടുത്തു. മൂസാ നബി ചോദിച്ചു, 70,000-ഓളം ആളുകൾ ആമീൻ പറഞ്ഞു. അള്ളാഹ് പറഞ്ഞു, തരൂല, വെള്ളം തരൂല. നിങ്ങൾ ബർഖയെ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിക്കും. ബർഖ വന്നു. എന്താ പടച്ചോനെ നിനക്ക് പറ്റിയത്? നിന്റെ വെള്ളം തീർന്നാ? ഞങ്ങൾ എന്തിനാ നീ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? നിന്റെ സ്വഭാവം ഇതല്ലല്ലോ. ഇത്ര പറഞ്ഞപ്പോഴേക്കും മഴ അങ്ങ് പെയ്തു. 1/2 ദിവസം കൊണ്ട് പുല്ല് മുളച്ചു പൊന്തി. ബർഖ വഴിയെ നടന്നുപോയി.
ബർഹയുടെ പിറകെ മൂസാ നബി പോയി. നീ നന്നായിട്ട് ദുആരൊന്ന് വെള്ളം കിട്ടി, അതൊക്കെ താങ്ക്സ് ഉണ്ട്, പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യരുത് പടച്ചോരെടുത്ത് കേട്ടോ. അപ്പോഴേ അല്ല പറയാണ്, മൂസ വിട്, അയാളെ വിട്ടേക്ക്, അയാളെ കളിക്കണ്ട, അയാൾ എനിക്കുള്ളവനാണ്. ഒരു ദിവസം 3 പ്രാവശ്യം എന്നെ ചിരിപ്പിക്കുന്നവനാണ്. എനിക്ക് ദേഷ്യമില്ല അയാളോട്, അയാളുടെ ദുആ തന്നെ എനിക്ക് ചിരി വരുന്നതാണ്. അതുകൊണ്ട് മൂസ വിട്ടേക്ക്. ആരാന്നറിയോ? ഫഇന്നഹു ലീ, അത് എന്റെ ആളാണ്. ഫഇന്നഹു ലീ, അതാണ് വലി. അതാണ് വലി എന്ന് പറയുന്നത്. നമ്മളൊക്കെ വലിയ ഉറങ്ങമ്മ കൂർക്കം വലി. വലിയെന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കുള്ളവനാകണമെങ്കിൽ അവൻ നമുക്കുള്ളവനാവണം. അവൻ നമുക്കുള്ളവനാണെങ്കിൽ അവൻ ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കണം. മൂസാ നബി ഒഴിവാക്കിയതുപോലെ ചെരുപ്പ്. അവനോട് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ മുതലാക്കണം. നിസ്കാരത്തിൽ അവനെ കാണാൻ ആഗ്രഹിക്കണം. ആഖിറത്തിൽ അതിന്റെ പണി ഇവിടെ എടുക്കണം.